തിരുനബി പഠനങ്ങൾക്ക് വേണ്ടി മാത്രം സ്ഥാപിതമായ കേരളത്തിലെ ആദ്യത്തെ റിസർച്ച് സെന്റർ ത്വയ്ബ സെന്റർ ഫോർ സ്റ്റഡീസ് ഓൺ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിക്കുന്നു നൂറെ മീലാദ് നൂറെ മീലാദ് നൂറെ മീലാദ്. അൽഹംദുലില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വഹബീബിനൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. عن عائشة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم يضع لحسان منبرا في المسجد يقوم عليه قائما يفاخر عن رسول الله صلى الله عليه وسلم أو قالت ينافح عن رسول الله صلى الله عليه وسلم ويقول رسول الله صلى الله عليه وسلم إن الله يؤيد حسان بروح القدس ما يفاخر أو ينافح عن رسول الله صلى الله عليه وسلم. അഖ്റജഹു മുസ്ലിമുൻ. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത പാഠങ്ങളെയും ഉപദേശ നിർദ്ദേശങ്ങളെയും പറഞ്ഞും അറിഞ്ഞും ഈ റബീഇനെ നാം സന്തോഷത്തോടെ പങ്കുവെക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളുടെ ഇരപകലുകളാണ് റബീഉൽ അവ്വലിന്റെ ഓരോ രാപ്പകലുകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളെ ഗദ്യമായും പദ്യമായും സമ്മിശ്രമായും സംഘടിച്ചും ഒറ്റയ്ക്കും പരസ്യമായും രഹസ്യമായും എല്ലാം കൂടുതൽ പാരായണം ചെയ്യുന്ന കാലയളവാണ് റബീഉൽ അവ്വൽ. ആയിഷ റളിയല്ലാഹു തആല അൻഹ അതു സംബന്ധിയായ മനോഹരമായ ഒരു ചിത്രമാണ് നമുക്ക് നൽകുന്നത്. അഥവാ നബികീർത്തനത്തിൽ ശ്രുതിപറ്റ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച സമീപനം എങ്ങനെയെന്ന്, അവിടുത്തേക്ക് നൽകിയ അംഗീകാരം ഏതു വിധമായിരുന്നു എന്ന് ഈ നിവേദനത്തിൽ നാം വായിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിന് ഒരു മിമ്പർ പണിതു കൊടുത്തു, ഒരു സ്റ്റേജ് പണിതു കൊടുത്തു പള്ളിയിൽ. യഖൂമു അലൈഹി ഖായിമൻ, അതിന്മേൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളെ പാടി പുകഴ്ത്തും. അവിടുത്തെ വിരോധികൾക്കുള്ള മറുപടികൾ, ആക്ഷേപങ്ങൾക്കുള്ള മറുപടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെയുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടികൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നൽകും. അഥവാ നബികീർത്തനങ്ങളുടെയും വിരോധികളുടെ ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയും പദ്യമായി ആധികാരികവും മനോഹരവുമായി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നൽകുമായിരുന്നു. അങ്ങനെ നിർവഹിക്കുന്ന മഹാനായ ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന മസ്ജിദിൽ ഒരു മിമ്പർ പണിതു കൊടുത്തു. വയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ അവിടുന്ന് തിരുമൊഴികളിലൂടെ അറിയിച്ചു, ഇന്നല്ലാഹ യുഅയ്യിദു ഹസ്സാന ബിറൂഹിൽ ഖുദ്സ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹുൽ ഖുദ്സിനെ അഥവാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് ഹസ്സാനിന് ശക്തി നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊടുത്തു. അഥവാ നബികീർത്തനത്തെ ജീവിതവ്രതമാക്കിയ ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശക്തി, അവിടുത്തെ പിന്തുണ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ്. നബികീർത്തനം അനുവദിക്കപ്പെട്ടതും പുണ്യകർമ്മവും സ്തുത്യർഹവും ഒക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പാഠമാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മോട് പങ്കുവെക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തെയും സന്ദേശത്തെയും ജീവിതത്തെയും സഞ്ചാരങ്ങളെയും എല്ലാം ഹസ്സാൻ റളിയല്ലാഹു അൻഹു ആഖ്യാനിക്കുകയും മനോഹരമായി കാവ്യവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ലഭ്യമാണ് ദീവാനു ഹസ്സാൻ, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കവിതാ സമാഹാരം. അതിന് വിവിധങ്ങളായ രീതിയിൽ വ്യാഖ്യാനങ്ങൾ നൽകിയ ഏറെ പണ്ഡിതന്മാരുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപലാവണ്യത്തെയും അവിടുത്തെ ശാരീരിക സൗഷ്ഠവത്തെയും വളരെ മനോഹരമായി ഹസ്സാൻ റളിയല്ലാഹു അൻഹു ചിത്രീകരിക്കുന്നു. അതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ, പലായനത്തിന്റെ മാർഗത്തിലെ ഇടപാടുകൾ, സഞ്ചാരങ്ങൾ, സംവദിച്ചവർ, കടന്നു വന്ന വഴികൾ എല്ലാം അവിടുത്തെ വരികളിൽ മനോഹരമായി കടന്നു വരികയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗാനന്തരം വേദനിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യാത്ര പറയുന്ന കവിതകളും നമുക്ക് കാണാൻ കഴിയും.
മാ ബാലു ഐനിക ലാ തനാമു കഅന്നമാ കുഹിലത് മആഖിഹാ ബികുഹലിൽ അറമദി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗ വേദനയെ പങ്കുവെച്ചുകൊണ്ട് കാവ്യവൽക്കരണത്തിന്റെ ഉത്തുംഗതയിൽ നിന്നുകൊണ്ട് മഹാനവറുകളുടെ ഹൃദയത്തിൽ കുമിഞ്ഞുകൂടിയ ആകുലതകളുടെയും നൊമ്പരത്തിന്റെയും വളരെ കനമാർന്ന പ്രയോഗങ്ങളാണ് ഈ കവിതയിലൂടെ ബഹുമാനപ്പെട്ട ഹസ്സാൻ റളിയല്ലാഹു അൻഹു നിർവഹിക്കുന്നത്. അങ്ങനെ എത്രയെത്ര കവിതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചു പാടിയ, അവിടുത്തെ വിരോധികൾ ഉയർത്തുന്ന ആക്ഷേപത്തിന്റെ അമ്പുകൾക്ക് കാവ്യലോകത്ത് നിന്ന് മറുപടി പറഞ്ഞ ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിനെ ആദരിക്കുകയും പ്രാർത്ഥിക്കുകയും ആവശ്യമായ സ്റ്റേജ് നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തതാണ് ഈ ഹദീസ് നമുക്ക് പങ്കുവച്ചു തരുന്ന പാഠം. റബീഇന്റെ ദിനരാത്രങ്ങൾ നബികീർത്തനത്തിന്റെ സുമോഹനമായ മനോഹരമായ രാപ്പകലുകളായി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അറിയാതെ, വസ്തുതകളെക്കുറിച്ച് ബോധ്യമില്ലാതെ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ, വിമർശിക്കുന്നവർ കാര്യം മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള അവസരം അള്ളാഹു അവർക്കും നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.